ഹലോ. സൺഡേ ഇട്ട് ഒത്തിരി നേരം കിടന്നുറങ്ങാൻ ഞാൻ തലേദിവസം പ്ലാൻ ചെയ്ത് കിടന്നതാണ്. പക്ഷെ നടന്നില്ല ഗൈസ്. രാവിലെ എന്നെ വന്ന് കണ്ടില്ലേ, എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ ഞാൻ രാവിലെ എണീറ്റു കേട്ടോ. വീട്ടിൽ അമ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ പണിയൊക്കെ തീർത്തിട്ട് ഇരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. അപ്പോൾ രാവിലെ തുടങ്ങുമ്പോൾ എനിക്ക് എന്താ മെഡിസിൻ കഴിക്കാനുണ്ട് കേട്ടോ, തൈറോയിഡിൻ്റെ. അപ്പോൾ മെഡിസിൻ കഴിച്ചാൽ ഞാൻ തുടങ്ങിയത്. പിന്നെ കറണ്ട് ഉണ്ടായില്ല രാവിലെ, അതുകൊണ്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കേണ്ടി വന്നു. പിന്നെ ചായയും തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചേട്ടാ. ഞാൻ ചായ കുടിച്ചാലേ ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ചായയും തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പണിയൊക്കെ. പിന്നെ രാവിലത്തെ പലഹാരം എന്തായാലും ഞാൻ ഉണ്ടാക്കിയ കുളവും നമുക്ക് നല്ല ഉറപ്പുകളുണ്ട് കേട്ടോ. അമ്മ എനിക്ക് പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് തന്നിട്ടാണ് പോയത്. പിന്നെ ഞാൻ എണീറ്റിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടി വെച്ചേട്ടാ. കാരണം രാവിലത്തെ പലഹാരങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം ഉണ്ടാക്കി സെറ്റ് ആവാറില്ല. അതുകൊണ്ടിട്ട് ഞാൻ അതിൽ നിന്ന് വഴിക്കേ ഞാൻ പോവാറില്ല കേട്ടോ. അപ്പോൾ അമ്മ അത് അങ്ങനെ നനച്ച് തന്നുകൊണ്ടിട്ട് ഞാൻ പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ പുട്ടിൻ്റെ കറി പയറാണ് കേട്ടോ ഇന്ന് വെച്ചത് രാവിലെ. പയർ അതും എളുപ്പമാണല്ലോ. പൊടികളെല്ലാം ഇട്ട് ഞാൻ സവോളയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലോട്ട് ഞാൻ പിന്നെ പയറിട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടായിട്ടാ. അതാകുമ്പോൾ 2 വിസിൽ കേൾക്കുമ്പോഴേ കറി റെഡി ആവുമല്ലോ. പിന്നെ അച്ഛന് വയ്യാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെളിയിട്ടിട്ട് നോക്കണം ആരാണെന്നേ. പിന്നെ ഞാൻ പോയി നോക്കാൻ നിന്നില്ല. അച്ഛൻ്റെ വാതിൽക്ക് തന്നെ ഇരിപ്പുണ്ടായിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുക്കർ അടക്കാൻ വിട്ട പാടെ എൻ്റെ പൊന്നോ, എത്ര നേരം എടുത്ത് കുക്കർ അടഞ്ഞ് കിട്ടാനായിട്ട്. അങ്ങനെ കുക്കർ അടഞ്ഞ് കിട്ടി ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആ കറിയും കൂടെ ഒന്ന് സെറ്റായാൽ മതി. പിന്നെ ഞാൻ ചോറ് രാവിലെ തന്നെ അടുപ്പത്തിട്ട് കേട്ടോ. എല്ലാ പണിയും തീർത്താൽ വേഗം ഇരിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ എല്ലാം ധൃതിയിൽ ചെയ്യണം കേട്ടോ. അങ്ങനെ ചോറ് അടുപ്പത്തിട്ടിട്ട് ഞാൻ പിന്നെ പാത്രം കഴുകാൻ വേണ്ടി നിന്നിട്ടാ. എന്തോ എന്തരനെ പോലെ ഓടി നടന്ന് പണിയെടുക്കുമായിരുന്നു ഗൈസ് രാവിലെ തന്നെ. പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ അച്ഛനെ കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. പിന്നെ രാവിലെ തന്നെ ഒരു ചെറിയൊരു വെയിലൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ മെഷീനിൽ രാവിലെ തന്നെ തുണി ഇട്ടിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ പുറത്തേക്ക് നോക്കിയിട്ടുണ്ട്. അച്ഛൻ റെസ്റ്റിലാണ്. പുറത്തേക്കൊന്നും ഞങ്ങൾ ഇപ്പോൾ വിടാറില്ല കേട്ടോ. പിന്നെ അകത്ത് മുറികളെല്ലാം അടിച്ച് വാരി ഞാൻ പിന്നെ തുടച്ചൊക്കെ ഇട്ട് കേട്ടോ. കാരണം അച്ഛനെ കാണാൻ സൺഡേ കൊണ്ടിട്ട് എന്തായാലും ആരെങ്കിലുമൊക്കെ ഇട്ടൊക്കെ വരുമെന്ന് എനിക്കറിയാം. കൊണ്ട് ഞാൻ രാവിലെ തന്നെ തുടച്ചൊക്കെ ഇട്ടേ. പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ കാടുള്ള മരങ്ങളൊക്കെ കുറച്ച് വെട്ടി. കാരണം വേറൊന്നുമല്ല, ഓരോ മഴക്കും ഓരോ മരങ്ങളാണ് ലൈൻ കമ്പിയിൽ വീണ് പിന്നെ കറണ്ട് ഉണ്ടാവത്തില്ല. പണി ആയതുകൊണ്ടിട്ട് കുറച്ച് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ തുണിയൊക്കെ എല്ലാം വിരിച്ചു. തുണിയൊക്കെ വിരിച്ച് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മീൻകാരൻ വന്ന്. പിന്നെ കുറച്ച് ചെമ്മീനും പിന്നെ കുറച്ച് മീനും വാങ്ങിച്ചിട്ടുണ്ടായിട്ടാ. ഞാൻ വെട്ടാത്തതാണ്, കാരണം ഈ കൊഴുവായതുകൊണ്ട് ഞാൻ വെട്ടി. കാരണം എനിക്കറിയാം. പിന്നെ ചെമ്മീനും ഞാൻ കിള്ളി വെച്ചിട്ടുണ്ടായിട്ടാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് മുഖത്തൊന്ന് പാക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഗുഡ് വൈബ്സിൻ്റെ ഇൻസ്റ്റാ ഗ്ലോ പൗഡർ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇട്ടേക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി മുഖത്ത് ഒന്ന് എന്തെങ്കിലും പാക്കൊക്കെ ഇട്ടിട്ടാട്ടോ. അപ്പോൾ അതും ഞാൻ അടുക്കളയിൽ പണീൻ്റെ ഇടയ്ക്ക് തന്നെ അതൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ് കേട്ടോ. പിന്നെ ആരെങ്കിലും പുറത്തുനിന്ന് വിളിച്ചാൽ പോകാൻ പറ്റത്തില്ല, അതാണ് ഒരവസ്ഥ. പിന്നെ ഞാൻ തലയിൽ കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ കെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തേയിലയില്ലേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒരു സ്പൂൺ തേയില ഇട്ടിട്ട് അതിങ്ങനെ വറ്റിച്ചെടുത്തിട്ട് അതൊന്ന് തലയിലിട്ട് മസാജ് ചെയ്യുവാണ് കേട്ടോ. തേയിലേൻ്റെ വെള്ളവേ. അങ്ങനെ അതും ഇട്ടൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ചേച്ചിയും ചേട്ടനും വന്നു. ചേച്ചി വന്നപ്പോൾ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മീൻ വറുക്കാൻ വേണ്ടി വെച്ച് പിന്നെ കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞാൻ എൻ്റെ മുഖത്തെ ആ പാക്കൊന്ന് ഉണങ്ങി. പിന്നെ അതൊന്ന് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മസാജ് ചെയ്യണതിൽ കൂടുതൽ കാര്യങ്ങളുള്ള ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് മസാജ് ചെയ്താൽ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള ആ ഒരു ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാവുകയെ. പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ ഒത്തിരി പണി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മുഖമൊക്കെ നന്നായിട്ട് കരിവാളിച്ചിരിക്കുമായിരുന്നു. അപ്പം ഇതിട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ നല്ലൊരു ഗ്ലോ തോന്നിയിട്ടാ. പിന്നെ അച്ഛനെ കാണാൻ വന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കൊണ്ടുവരും. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ എല്ലാം സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവാണ് കേട്ടോ. കഴിക്കത്തൊന്നുമില്ല, അച്ഛനും കഴിക്കലൊക്കെ കണക്കാണ്. നമ്മളെല്ലാം എടുത്ത് കൊടുത്താൽ അച്ഛൻ കഴിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്ന് ചുരുങ്ങിപ്പോവും. പിന്നെ എനിക്ക് ഞാൻ വരുമ്പോൾ തന്നെ ഒരു 8 മണിയാകുമ്പോൾ പിന്നെ ഇതൊന്നും കഴിക്കാനുള്ള ടൈമില്ല. അപ്പോൾ അച്ഛനെ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയും ചേട്ടനും വന്നപ്പോൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായി. അവർക്ക് ഇന്ന് വീട്ടിൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ പോന്നപ്പോൾ എനിക്കും കൂടെ കുറച്ച് കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ കൂട്ടുകാരനും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെയും കുറച്ച് ടൈം പോയി. ഞാൻ കുളിച്ച് റെഡിയായി വന്ന് ഫുഡ് കഴിച്ചപ്പോൾ 4 മണിയൊക്കെ എന്തോ ആയേട്ടാ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ 2 പേര് കിടന്ന് നല്ല ഉറക്കം. കണ്ടിട്ട് എനിക്കും കൊതി വന്നു. നേരം വെളുത്തിട്ട് ഓരോ ജോലി എടുത്ത് നടക്കുമായിരുന്നേ. ഒന്ന് കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല കേട്ടോ. പിന്നെ ഒരു 5 മണിയൊക്കെ ഇപ്പോൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഇങ്ങനെ തീർന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.